ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് ജൂലൈ 3 മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ. തോമ ഒപ്പമുണ്ട്, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും. തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് 3 വാക്കുകൾ, തോമായുമായി ബന്ധപ്പെട്ട 3 വാക്കുകൾ, അവയുടെ ഒരല്പം ആഴങ്ങളിലേക്ക് ഇറങ്ങി ധ്യാനിക്കാം എന്ന് കരുതുകയാണ്. തോമസിനെ ഇരട്ട എന്നാണ് തിരുവചനങ്ങൾ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഈ ഇരട്ട എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പിന്നെ തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞുവെന്നാണ് വേദത്താളുകളിൽ എഴുതിയിരിക്കുന്നത്. സഹശിഷ്യന്മാരോട്, അത് വളരെ വിരളമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? പിന്നെ അവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാമെന്നാണ് തോമ പറഞ്ഞത്. അപ്പൊ തോമസ് ലീഹ കണ്ടെത്തിയ മരണത്തിന്റെ പൊരുളുകൾ എന്ത്? ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരല്പം ആഴത്തിൽ ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങൾ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിച്ഛേദിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവന്റെ അടുക്കിലേക്ക് പോകാം. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. യഹൂദായിലേക്ക് പോകുന്നത് ഗുരുവിന്റെയും തങ്ങളുടെയും പ്രാണന് അപകടമാണെന്ന് അറിയാമായിരുന്ന അപ്പസ്തോലന്മാര് പേടിച്ച് വിറച്ചു നിൽക്കുമ്പോഴാണ് ദീദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറയുന്നത്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. തോമസ് ലീഹായെ കുറിച്ച് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ കൈമാറുന്ന വചനമാണിത്. ഒന്നാമതായി, ദീദിമോസ് എന്നു പേരുള്ള തോമസ്. അങ്ങനെയാണ് സുവിശേഷകൻ തോമസ് ലീഹായെ പരിചയപ്പെടുത്തുന്നത്. തോമ എന്നത് തുമ എന്ന വാക്ക് ഹീബ്രു വാക്കാണ്. അതിനും ദീദിമോസ് എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. രണ്ടിനും ഇരട്ട എന്നാണ് അർത്ഥം. ഇരട്ട. യോഹന്നാൻ 20:24, 21:2 അത് കാണാം. അപ്പൊ സ്വാഭാവികമായും ചോദിക്കും, ആരുടെ ഇരട്ട? ആരുടെ ഇരട്ട? അത് രക്തബന്ധം കൊണ്ടുള്ള ഇരട്ടയാണോ അതോ ആധ്യാത്മിക തലത്തിലുള്ള ഇരട്ടയാണോ? ഇതൊന്നും കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വേദശാസ്ത്രങ്ങളുടെ ഇടയിൽ പല നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചില നിർദ്ദേശങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഈ സമാന്തര സുവിശേഷങ്ങളിൽ, മത്തായി, മർക്കോസ്, ലൂക്ക, ആ സുവിശേഷങ്ങളിൽ സ്ലീഹന്മാരുടെ പേരുകൾ പരാമർശിക്കുന്നിടത്ത് മത്തായിയുടെ പേരിന് മുൻപോ മത്തായിയുടെ പേരിന് ശേഷമോ ആണ് തോമസിന്റെ പേര്. മത്തായിയുടെ സുവിശേഷം 10:3, മർക്കോസിന്റെ സുവിശേഷം 3:18, ലൂക്ക 6:15. അപ്പൊ ഈ സുവിശേഷകന്മാരുടെ പേരുകൾ നൽകുമ്പോൾ മത്തായിയുടെ പേരിന് മുൻപോ മത്തായിയുടെ പേരിന് ശേഷമാണ് തോമസിന്റെ പേര്. മറ്റു ശിഷ്യന്മാരെങ്ങനെ അവതരിപ്പിച്ച് നോക്കുക? പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. പത്രോസ്, അന്ത്രയോസ് അവര് സഹോദരന്മാരാണ്, ഇരട്ടയല്ല സഹോദരന്മാരാണ്. യാക്കോബ്, യോഹന്നാൻ ഇരട്ടയല്ല സഹോദരന്മാരാണ്. അപ്പോ സഹോദര ജോഡികൾ അവതരിപ്പിച്ചതുപോലെ മത്തായി തോമസ് അല്ലെങ്കിൽ തോമസ് മത്തായി, അങ്ങനെയാണ്. അപ്പോൾ അവർ ജോഡികൾ മാത്രമല്ല, ഇരട്ട സഹോദരന്മാരും ആയിരുന്നുവെന്നാണ് ഒരു വ്യാഖ്യാനം. ഈ മത്തായി തോമസ് അല്ലെങ്കിൽ തോമസ് മത്തായി, അങ്ങനെയാണ് അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ. അപ്പോൾ മത്തായിയുടെ ഇരട്ടയാണ് തോമസ്, അല്ലെങ്കിൽ തോമസിന്റെ ഇരട്ടയാണ് മത്തായി. അങ്ങനെയാണ് അവർ സഹോദര ജോഡികൾ മാത്രമല്ല, ഇരട്ട സഹോദരന്മാരാണ്. അതിലൊരാള് ചുങ്കം പിരിക്കുന്ന ആളും ഒരാള് തച്ചനുമായി, ആശാരി. ഈ റോമായിലെ കത്തീഡ്രല്, മാർപ്പാപ്പയുടെ കത്തീഡ്രല് തോമസ് ലീഹായുടെ സ്റ്റാച്യു ഈ ആശാരിയുടെ മട്ടം പിടിച്ചു നിൽക്കുന്നതായിട്ടാണ്. ആശാരിയുടെ മട്ടം പിടിച്ചു നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആശാരിയായിരുന്നു. ആശാരിയായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നതൊക്കെ. അതിന്റെ കഥകളൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പിന്നീട് ധ്യാനിക്കാം. അതാണ്. അപ്പോൾ ഇരട്ട എന്ന് പറഞ്ഞാൽ മത്തായി തോമസ് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തില് മത്തായിയുടെ സ്ഥാനത്ത് പീലിപ്പോസിന്റെ പേരാണ്. സ്ലീഹന്മാരുടെ നടപടി 1:13. അപ്പോൾ പീലിപ്പോസ് ആണ് തോമസിന്റെ ഇരട്ട സഹോദരൻ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. മത്തായിയുടെ സ്ഥാനത്തിന് പകരം പീലിപ്പോസിന്റെ പേരാണ്. അപ്പോൾ പീലിപ്പോസ് ആണ് ഈ തോമസിന്റെ ഇരട്ട എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. സ്ലീഹന്മാരുടെ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1:13. സ്ലീഹന്മാരുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്, സ്ലീഹന്മാരുടെ ഭരണഘടന. 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു അപ്രാമാണിക പുസ്തകമാണ്. അതിൽ പറയുന്നത് ലിഡിയ എന്ന പേരുള്ള ഒരു ഇരട്ട സഹോദരി തോമസിന് ഉണ്ടായിരുന്നു എന്നാണ്. ലിഡിയ എന്ന പേരുള്ള ഒരു ഇരട്ട സഹോദരി. അപ്പൊ അപ്രാമാണിക പുസ്തകമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് തീർത്തും തെറ്റാണ് എന്നൊന്നും അർത്ഥമില്ല. മറിയത്തിന്റെ മാതാപിതാക്കള് യോവാക്യം, അന്ന എന്നാണെന്ന് പ്രോട്ടോവെങ്കേലിയം ഓഫ് ജെയിംസ്, യാക്കോബന്റെ ആദ്യ സുവിശേഷം എന്നറിയപ്പെടുന്ന
അപ്രാമാണിക പുസ്തകത്തിൽ നമുക്ക് കിട്ടിയത്. അതുപോലെ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു, അത് നമുക്ക് കിട്ടുന്നത് ഒരു അപ്രാമാണിക സുവിശേഷത്തിൽ നിന്നാണ്. നിക്കോദമസിന്റെ സുവിശേഷം അല്ലെങ്കിൽ പീലാത്തോസിന്റെ നടപടികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചരിത്രത്തിലേക്ക് ഈ അപ്രാമാണികം എന്ന് പറഞ്ഞാൽ അതിൽ ചില അതിശയോക്തി ഉണ്ട്, ചില ഗ്നോസ്റ്റിക് ജ്ഞാനവാദത്തിന്റെ ചായ്ച്ചലുകളുണ്ട്. അതുകൊണ്ട് അത് ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ പെടില്ല എന്ന് വിചാരിച്ചാൽ സത്യമില്ല എന്നർത്ഥമില്ല. അതേസമയം വളരെ സൂക്ഷിച്ച് വേണം അത് വായിക്കാൻ. ഞാൻ ഈ സഭയിൽ ആദിമ സഭയിലുണ്ടായിരുന്ന 12 അപ്രാമാണിക സുവിശേഷങ്ങൾ ഞാൻ ബിബ്ലിയയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യ സുവിശേഷങ്ങൾ എന്ന പേരിൽ തോമസിന്റെ സുവിശേഷം, മർക്കോസിന്റെ രഹസ്യ സുവിശേഷം, പത്രോസിന്റെ സുവിശേഷം, മറിയത്തിന്റെ സുവിശേഷം, സത്യത്തിന്റെ സുവിശേഷം, യൂദാസിന്റെ സുവിശേഷം, അങ്ങനെ പറഞ്ഞ് ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. അതൊക്കെ അപ്രാമാണിക പുസ്തകങ്ങളാണ്. അതിൽപ്പെട്ട ഒരു പുസ്തകമാണ് സ്ലീഹന്മാരുടെ ഭരണഘടന. അത് പറയുന്നത് ലിഡിയ എന്നു പേരുള്ള ഒരു ഇരട്ട സഹോദരി തോമസ് ലീഹയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ പറയുന്നൊരു വ്യാഖ്യാനം, ഈ ഏസാവും യാക്കോവും അവരുടെ അമ്മയുടെ ഉദരത്തിൽ മൽപ്പിടുത്തം നടത്തിയതുപോലെ ഉൽപ്പത്തി 25-23 പഴയത് പുതിയത്, വിശ്വാസം സന്ദേഹം, സ്നേഹം ഭയം, ധീരത ഭീരുത്വം, ജീവൻ മരണം എന്നിങ്ങനെ എപ്പോഴും ഇരട്ട ചിന്തകളാൽ സ്വന്തം മനസ്സിൽ മൽപ്പിടുത്തം നടത്തിയവനാണ് തോമസ് എന്നാണ് ഒരു വ്യാഖ്യാനം. പഴയത് പുതിയത്, വിശ്വാസം സന്ദേഹം, സ്നേഹം ഭയം, ധീരത ഭീരുത്വം, ജീവൻ മരണം, എപ്പോഴും ഇങ്ങനെ ഇരട്ട ചിന്തകൾ, അങ്ങനെ ഒരു മനസ്സിൽ മൽപ്പിടുത്തം നടത്തുന്ന ഒരാളായിരുന്നു തോമസ് ലീഹ എന്നാണ്. അപ്പോൾ ഈശോ തന്നെ തോമസിന് ചാർത്തിക്കൊടുത്ത ഒരു ചെല്ലപ്പേരാണ് അത്രേ ഇരട്ട എന്നത്. ഈ തോമസിന്റെ സുവിശേഷം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതൊരു അപ്രാമാണിക രചനയാണ്. മലയാളത്തിൽ ഞാൻ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ സുവിശേഷം അനുസരിച്ച് യൂദ തോമസ് എന്നാണ് തോമസ് ലീഹയുടെ മുഴുവൻ പേര്, യൂദ തോമസ്. 5-ാമത്തെ ഒരു വ്യാഖ്യാനം യേശുവിന്റെ ഇരട്ടയാണ് എന്നാണ്. യേശുവിന്റെ ഇരട്ട, പരിശുദ്ധ കന്യാമറിയം 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നല്ല അതിനാ ഉദ്ദേശിക്കുന്നത്. ഈ തോമസിന്റെ സുവിശേഷം, തോമായുടെ നടപടികൾ, മത്സരിയായ തോമസിന്റെ ഗ്രന്ഥം ദ ബുക്ക് ഓഫ് തോമസ് ദ കണ്ടന്റർ, അങ്ങനെ പറഞ്ഞിട്ട് പല അപ്രാമാണിക രചനകളുണ്ട്. അതിലൊക്കെ യേശുവിന്റെ ഇരട്ട എന്നാണ് പറയുന്നത്. അത് പ്രതീകാത്മകമായ അർത്ഥത്തിലാണ്, രക്തബന്ധത്തിന്റെ അർത്ഥത്തിലല്ല. ഒന്നുകിൽ ഒരു രൂപസാദൃശ്യമാകാം, അല്ലെങ്കിൽ ഈശോയുടെ ദ്വന്ദ്വ സ്വഭാവങ്ങൾ, അതായത് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഏറ്റവും നന്നായി പ്രകാശിപ്പിച്ച ശിഷ്യനാണ് തോമസ് എന്നതിനാൽ ഈശോ തന്നെ വിളിച്ച പേരാണ് ഇരട്ട. ഈശോയുടെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ആ ദ്വന്ദ്വ ഇതുണ്ടല്ലോ, ആ ഭാവം, അത് ഏറ്റവും നന്നായിട്ട് പ്രകാശിപ്പിച്ച അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ഒരു ശിഷ്യനാണ് തോമസ്. അതുകൊണ്ട് ഈശോ ഇരട്ട എന്ന് അവന് വിളിച്ചതാണ് ഈ അർത്ഥത്തിൽ. അതുകൊണ്ടായിരിക്കും ഈ അപ്രാമാണിക സുവിശേഷങ്ങളിൽ ഈശോയുടെ ഇരട്ട എന്ന് പറയാനുള്ള ഒരു കാരണം, അത് തിരിച്ചറിയാനുള്ള ഒരു സാധ്യത. ഞാൻ ആളൂരിൽ ഒരു സ്റ്റാച്യു, തോമസിലെ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു കുന്തം പിടിച്ചിരിക്കുന്ന ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കുന്തം എടുത്തു മാറ്റിയാൽ ഈശോ ആണെന്ന് തോന്നും, കുന്തം വെച്ചാൽ തോമസ് ലീഹ തോന്നും. അതായത് ഈ ഒരു ഇരട്ട സങ്കല്പം, യേശുവിന്റെ ഇരട്ട എന്നുള്ള സങ്കല്പത്തിന്റെ വെളിച്ചത്തിൽ ഞാനതിന്റെ ഡിസൈൻ കൊടുത്തു. ചെയ്തത് വേറൊരു ശില്പിയാണ്. അപ്പൊ അങ്ങനെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആളൂർ ജംഗ്ഷനിൽ അവിടുന്ന് കൊടകരയ്ക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് വഴിയിൽ എന്നെ കാണാൻ പറ്റും. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഏതായാലും ഈശോയുടെ മഹത്വവൽക്കരണം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടക്കുന്ന പ്രധാനപ്പെട്ട രംഗങ്ങളിലൊക്കെ തോമസ് ലീഹ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പത്രോസിനെയും ഈശോയ്ക്ക് പ്രിയപ്പെട്ട ശിഷ്യനെയും കൂടാതെ 12 പേർക്ക് വേണ്ടി സംസാരിക്കുന്ന ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് തോമസ് ലീഹ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. പത്രോസ് ഈശോ സ്നേഹിച്ച ശിഷ്യൻ, ഈശോ സ്നേഹിച്ച ശിഷ്യനേക്കാളും കൂടുതൽ പ്രമുഖനായിട്ട് നിൽക്കുന്നത് 12 പേരുടെ വക്താവായി നിൽക്കുന്നത് തോമസ് ലീഹയാണ്. അങ്ങനെയുള്ള ഒരു വക്താവായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പൊ നമ്മൾ കേട്ട തിരുവചനത്തില് തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, മരിക്കേണ്ടതിന് അവനോടുകൂടെ നമുക്കും പോകാം. സഹശിഷ്യന്മാരോട്. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഈ പ്രയോഗമുള്ളത്. സഹശിഷ്യന്മാർ എന്നുള്ള പ്രയോഗമുള്ളത് ഇവിടെ മാത്രമാണ്. ഗ്രീക്കില് സ്വിൻ മത്തേറ്റസ് എന്നാണ്. സ്വിൻ മത്തേറ്റസ്. മത്തേറ്റസ് എന്നതിന് ശിഷ്യൻ എന്നർത്ഥം. സ്വിൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, കൂട്ടായി, ഒപ്പം എന്നൊക്കെ അർത്ഥം. സ്വിൻ പ്ലസ് മത്തേറ്റസ്, സ്വിൻ മത്തേറ്റസ്. 12 പേരിൽ ഒന്നാമൻ പത്രോസാണ്. മത്തായി സുവിശേഷം 10:2. നേതാവും പത്രോസായിരുന്നു. ലൂക്ക 22:32. ഈശോ സഭ സ്ഥാപിച്ചത് പത്രോസ് എന്ന പാറമേലാണ്. മത്തായി 16:18.
ഈശോ സ്വർഗ്ഗരാജ്യത്തിന് താക്കോലുകൾ കൈമാറിയത് പത്രോസിനാണ്. മത്തായി 16:19. സാക്ഷാൽ ഇടയനായി ഈശോ തന്റെ അജഗണം മേയിക്കാനുള്ള മുഖ്യ ഇടയനായിട്ട്, സഭയുടെ മുഖ്യ ഇടയനായിട്ട് നിയമിച്ചത് പത്രോസിനെയാണ്. യോഹന്നാൻ 21:15-17. എങ്കിലും ഈ തിരുവചനത്തില് തോമസിന്റെ സഹശിഷ്യന്മാർ എന്ന ഗണത്തിലാണ് പത്രോസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലായോ? ഇത് സഭയുടെ ഘടനയിലേക്ക് വെളിച്ചം വീശുന്ന തിരുവചനമാണ്. അപ്പസ്തോല ഗണത്തിൽ തുല്യരിൽ ഒന്നാമനാണ് പത്രോസ്. അതുപോലെ കത്തോലിക്ക സഭയിലെ സഹസഭകളിൽ ഒന്നാണ് പത്രോസിന്റെ വലിയ സഭ. അപ്പോ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ലത്തീൻ സഭ, വലിയ സഭ, അത് സഹസഭകളിൽ ഒന്നാണ്. തോമസിന്റെ സഭയുണ്ട്, യോഹന്നാന്റെ സഭയുണ്ട്, അങ്ങനെ പല സഭകളുണ്ട്. അപ്പോ സഹസഭകള്, സഹശിഷ്യന്മാര്. പത്രോസ് വളരെ വലിയ ആളൊക്കെയാണ്, പക്ഷെ അവിടെ പത്രോസ് നിൽപ്പുണ്ട്. ആ പത്രോസിനെയും പത്രോസ് സഭയെയൊക്കെ തോമസ് കണക്കാക്കുന്നത് സഹശിഷ്യനാണ്. സഹശിഷ്യൻ അതൊരു ഗംഭീരമായ ഒരു വെളിപാടാണ്. സഭയുടെ ഘടന, അതായത് സഭകളുടെ കൂട്ടായ്മയാണ് എന്ന ഒരു പരോക്ഷ ദൈവശാസ്ത്രം അതിനകത്ത് കിടപ്പുണ്ട്. തോമസിന്റെ സഭ പത്രോസിന്റെ സഹസഭയാണ്, സഹോദര സഭയാണ്. അന്തസ്സിലും അവകാശത്തിലും തുല്യതയുള്ള സഭ. ഇത് കത്തോലിക്ക സഭയുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നു. കത്തോലിക്ക സഭ വ്യക്തിഗത സഭകളുടെ, സ്വയാധികാര സഭകളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലുള്ള സഭകളുടെ തലവനാണ് പത്രോസിന്റെ പിൻഗാമിയായ റോമായിലെ മാർപ്പാപ്പ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് എഫെസസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് 2:20-22. അപ്പോൾ ഏകസത്യസഭ പല അപ്പസ്തോലന്മാരിൽ പണിയപ്പെട്ടതിനാൽ വിവിധ സഭകൾ കൂട്ടായ്മയാണെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നതിന് മുൻപേ ആ സങ്കല്പം ആദ്യം അവതരിപ്പിച്ചത് തോമസ് ലീഹയാണ്. സഹശിഷ്യന്മാർ, സഹസഭ എന്നീ ഈ സങ്കല്പങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്നാണ് തോമസ് ലീഹ പറഞ്ഞത്, സഹശിഷ്യന്മാരോട് പറഞ്ഞത്. യോഹന്നാൻ 11:16. എന്താണ് ഇതിന്റെ പൊരുള്? അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. പൊരുളുകൾ അത്ര വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ വേദശാസ്ത്രികളുടെ ഇടയിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഈ ഒരു വ്യാഖ്യാനം നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു വ്യാഖ്യാനമുണ്ട്. അവനോടുകൂടെ എന്ന് പറയുന്നത് ഈശോയല്ല ഉദ്ദേശിച്ചത്, ലാസറിനെയാണത്രേ. ലാസർ. അപ്പൊ ഈശോയുടെ കൂടെ യഹൂദയിലേക്ക് പോയാൽ ലാസറിന്റെ ഗതിയായിരിക്കും, അതായത് മരണമായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ഈ ഭാഷ്യം അവിടെ സന്ദർഭത്തിൽ ഒട്ടും ചേരുന്നില്ല. അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാനും പ്രയാസമാണ്. അപ്പൊ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് മറ്റു വ്യാഖ്യാനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തോമസ് ലീഹ പ്രത്യാശയില്ലാത്ത മനുഷ്യനാണെന്നാണ് ഒരു വ്യാഖ്യാനം. പ്രത്യാശയില്ലാത്ത ആളത്രേ തോമസ് ലീഹ. ഇരുണ്ട ആശങ്കയുടെ പക്ഷത്ത് നിന്നേ തോമസ് സംസാരിക്കുകയുള്ളൂ. അവന്റെ കൂടെ പോയാൽ ജീവിക്കാനല്ല മരിക്കാനാണ് യോഗം. അല്ലേ? എന്താണ് പറഞ്ഞത്? അവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം. അപ്പൊ അവനോട് കൂടെ പോയാൽ ജീവിക്കാനൊന്നും പറ്റില്ല, മരിക്കാനേ പറ്റുള്ളൂ. യഹൂദയിലേക്ക് ഗുരുവിനൊപ്പം പോയാൽ അവനും നമ്മളും കൊല്ലപ്പെടും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. കാരണം നാം അവനെ സ്നേഹിച്ചു പോയി, നാം അവനെ അനുഗമിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം മരണമാണെങ്കിലും അവന്റെ കൂടെ പോയേ പറ്റൂ. പ്രത്യാശയില്ലാതെ പോകുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, ചിന്താശൂന്യമായ തീക്ഷ്ണതയുടെ ഉടമയാണത്രേ തോമസ് ലീഹ. ചിന്താശൂന്യമായ തീക്ഷ്ണത. നിന്നോടുകൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 26:35, ലൂക്ക 22:33, യോഹന്നാൻ 13:37. നിന്നോടുകൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ്. അതുപോലൊരു തീക്ഷ്ണത. പക്ഷേ സന്ദർഭം വന്നപ്പോൾ വാക്ക് പാലിക്കാൻ പറ്റിയില്ല പത്രോസിന്. പറ്റിയോ? ഇല്ല. തള്ളിക്കളഞ്ഞു, പറഞ്ഞു. യേശുവിനെ തള്ളി പറഞ്ഞു. ഈശോയെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയ കൂട്ടത്തിൽ തോമസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിന്നോടുകൂടെ മരിക്കാൻ വേണ്ടി ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ അറസ്റ്റ് ചെയ്തപ്പം ഓടിപ്പോയത്? യോഹന്നാൻ 16:32 ഇല്ലേ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഓടിപ്പോകും, എന്നെ ഉപേക്ഷിക്കും. അപ്പോൾ അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് അവന്റെ കൂടെ പോകാമെന്ന് പറഞ്ഞവന്റെ തീക്ഷ്ണത എവിടെ പോയി? അപ്പൊ തീക്ഷ്ണത ചില നേരത്ത് വലിയ തീക്ഷ്ണതയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് ആ തീക്ഷ്ണത നശിച്ചു പോകുന്നു. അതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം, ഒരേ സമയം പേടിയും അവിശ്വാസവും ഇല്ലേ ഒരു വശത്ത്, മറുവശത്ത് ചങ്കൂറ്റും സന്ദേഹവും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇല്ലേ, ഒരു വശത്ത് പേടിയുണ്ട്, അവിശ്വാസമുണ്ട്, മറുവശത്ത് ചങ്കൂറ്റമുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള ഒരു ദ്വന്ദ്ഭാവത്തിന്റെ ആളായിരുന്നു തോമസ് ലീഹ. അങ്ങനെ ഒരു ധ്വനി ഈ വചനത്തിലുണ്ടത്രേ.
അപ്പൊ ഇരട്ട എന്ന ചെല്ലപ്പേരിനെ അന്വർത്ഥമാക്കുന്ന ദ്വന്ദ്ഭാവമുള്ള ഒരു മനുഷ്യനാണ് തോമസ് ലീഗ എന്നുള്ളതാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. നാലാമത്തെ ഒരു വ്യാഖ്യാനം, വിഷാദം തളം കെട്ടി നിൽക്കുന്ന മനസ്സിന്റെ ഉടമയായിരുന്നു അത്രേ തോമസ് ലീഗ. വിഷാദം, അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് വരുന്ന അശുഭ ചിന്തയാണത്രേ ഇത്. മരണം മരണം മരണം. അതേസമയം ഈശോയുടെ കൂറ് നിമിത്തം അവന് തനി വിടാനുള്ള വിസമ്മതമുണ്ട്. തോമസിന്റെ മനസ്സിലുള്ളത് ഏതാണ്ട് ഇങ്ങനെ പകർത്താം: ഈശോയ്ക്ക് ഇനി അവശേഷിക്കുന്നത് മരണമാണ്. യഹൂദയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുക എന്നാണ് അർത്ഥം. കിരീടമില്ലാതെ, സിംഹാസനമില്ലാതെ, വസ്ത്രമില്ലാതെ നാണം കെട്ട് മരിക്കുക, അതാണ് ഈശോയെ കാത്തിരിക്കുന്നത്. അറിയാം, എങ്കിലും ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ തനിയെ വിടില്ല. വിഷാദമുണ്ട്, എന്നാലും അവന് വിടാൻ മനസ്സില്ല. ഇതാണ് നാലാമത്തെ വ്യാഖ്യാനം. അഞ്ചാമത്തത്, തോമാസിലെ മനസ്സിൽ പോരാട്ടമാണ് ഈ തിരുവചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞു. അതായത് ഒരു ദ്വന്ദ് യുദ്ധം നടക്കുകയാണ് തോമസിന്റെ മനസ്സിൽ. ഈശോയുടെ സ്നേഹം ഒരു വശത്ത്, ജീവിതത്തിന്റെ കറുത്ത നിഴലുകൾ മറുവശത്ത്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം ഈ പ്രശ്നം ഉള്ളത് തോമസ് ലീഹയ്ക്കാണ്. അതാണ് ഈ വ്യാഖ്യാനം പറയുന്ന ഇത് ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം പറയുന്ന ആളുകൾ പറയുന്നത്. അതായത് നമ്മളെല്ലാം സംഭവിക്കുന്ന ഒരു ദ്വന്ദ് യുദ്ധമാണിത്. വിശ്വാസമുണ്ട്, എന്നാൽ ചില നേരത്തെ ചഞ്ചലിപ്പാണ്, അവിശ്വാസമുണ്ട്. ഈ ഒരു പോരാട്ടം തമ്മിൽ നടക്കുന്നു. സ്നേഹമുണ്ട്, എന്നാൽ പലപ്പോഴും ആ സ്നേഹം വേണ്ട വിധത്തിൽ പ്രതിഫലിപ്പിക്കാനോ പ്രകാശിപ്പിക്കാനോ കഴിയുന്നില്ല. തോമസിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദ്വന്ദ് യുദ്ധം നടക്കുകയാണ്. ഇരട്ട, ഏതാണ് ഇരട്ട? ഈശോയുടെ കൂടെ പോകണോ അതോ പിന്തിരിയണോ? ഏതാണ് ജയിക്കുക? നമുക്കറിയാം അവസാനം വിശ്വാസം ജയിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അത് അത്ര എളുപ്പമല്ല. അതായത് അത് തെളിഞ്ഞു നിൽക്കുന്നില്ല. അപ്പൊ ഒരല്പം ആ തരത്തിലൊരു ഈശോയുടെ തോമസിന്റെ മനസ്സിലൊരു ദ്വന്ദ്ഭാവമാണ് ഇത് പ്രകാശിപ്പിക്കുന്നതെന്നാണ് ഒരു വ്യാഖ്യാനം. ആറാമത്തെ ഒരു വ്യാഖ്യാനം, താൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലാണ് തോമസ് വെളിപ്പെടുത്തുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ചെയ്യേണ്ട കാര്യമാണ് തോമസ് പറയുന്നത്. എന്താണ്? ഈ സന്ദേഹത്തിന്റെ 18-ാം പടി കടന്നിട്ടാണ് പരിഭാഗം വന്ന വിശ്വാസത്തിലേക്ക് തോമസ് എത്തിച്ചേരുന്നത്. സന്ദേഹത്തിന്റെ 18-ാം പടി കടന്നിട്ടാണ് പരിഭാഗം വന്ന വിശ്വാസത്തിലേക്ക്. സത്യവിശ്വാസത്തിൽ കടന്നു വരുന്നത് സാവകാശമാണ്. അതേസമയം എല്ലാ ക്രിസ്ത്യാനികളെയും ഭാഗധേയമാണ് രക്തസാക്ഷിത്വം. ഒന്നുകിൽ വെളുത്ത രക്തസാക്ഷിത്വം, അല്ലെങ്കിൽ ചുവന്ന രക്തസാക്ഷിത്വം. ക്രിസ്തുവിന് വേണ്ടി അനുദിനം ജീവിക്കുന്നത് വെളുത്ത രക്തസാക്ഷിത്വം. ക്രിസ്ത്യാനി എന്ന നിലയിൽ കൊല്ലപ്പെടുന്നത് ചുവന്ന രക്തസാക്ഷിത്വം. ക്രിസ്തുവർഷം 72 ഭാരത മണ്ണില് ശത്രുക്കളാൽ കുന്തത്താൽ കുത്തപ്പെട്ട് വധിക്കപ്പെട്ടു. ചുവന്ന രക്തസാക്ഷിയായി തോമസ് ലീഗ അത് തെളിയിച്ചു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് തോമസ് പറയുന്നത്. ഒന്ന്, ഈ സന്ദേഹത്തിന്റെ 18-ാം പടി കടന്നു വേണം സത്യവിശ്വാസത്തിലേക്ക് വരാൻ, പരിഭാഗം എന്ന വിശ്വാസത്തിലേക്ക് വരാൻ. രണ്ട്, എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ള ഭാഗധേയമാണ് രക്തസാക്ഷിത്വം. രണ്ട് തരം രക്തസാക്ഷിത്വമുണ്ട്, വെളുത്തത്, ചുവന്നത്. വെളുത്ത രക്തസാക്ഷിത്വം, ഇപ്പൊ ഇന്ന് സത്യവിശ്വാസത്തിൽ 100-150 പേര് മൗണ്ട് തോമസിന്റെ കവാടത്തിൽ ചെന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അനുവദിച്ചെന്ന കുർബാന തരണമേ എന്ന്. എന്തുമാത്രം കഷ്ടപ്പാടാണ് നമ്മളെ മനുഷ്യരെ ചെയ്യുന്നത്. അവർക്ക് തന്നെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അവരെ പോക്കിൽ നിന്ന് പണം ചെലവഴിച്ച് എന്തുമാത്രം കഷ്ടപ്പാടുകൾ, ക്ലേശം, എതിർപ്പുകള്, മെത്രാന്മാരുടെ എതിർപ്പുകള്, മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ, അൽമായ മുന്നേറ്റക്കാരുടെ എതിർപ്പുകള്, ദുർവ്യാഖ്യാനങ്ങള്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ മോശം ചിത്രങ്ങളൊക്കെ ഇട്ട്, മോശം ചിത്രങ്ങളല്ല, ചിത്രങ്ങളൊക്കെ ഇട്ടിട്ട് മോശമായിട്ട് അവതരിപ്പിക്കുന്നു. ഈ മറ്റ് സംസ്കാരങ്ങളൊന്നും അറിയാതെ ഈ അതിനകത്ത് ഈ എന്താണ് സത്യമെന്നറിയില്ല. ഒന്ന്. രണ്ട്, അതിനകത്ത് എന്താണ് ഈ വഷളത്തരം എന്നറിയില്ല. ഇങ്ങനെ വെറുതെ പ്രചരിപ്പിക്കുക, എന്താണ് കാര്യമെന്നൊക്കെ അറിയാതെ. ഗ്രീസിൽ നമുക്ക് ഒറ്റ പള്ളിയിലും, അവിടെ ഓർത്തഡോക്സ് സഭയാണ്, നമുക്ക് കത്തോലിക്കർക്ക് അവിടെ പള്ളിയകത്ത് കുർബാന ചൊല്ലാൻ അനുവാദമില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യുക? നമ്മൾ വഴിയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുർബാന ചെല്ലെങ്കിൽ കുർബാനക്കല്ല് കൊണ്ടുപോകും, ഇല്ലേ? തബലീത്ത് എന്ന് പറയുന്ന കുർബാനക്കല്ല്, അത് കൊണ്ടുപോയിട്ട് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. അങ്ങനെ കുർബാന അർപ്പിക്കുന്ന കാര്യം ഇട്ടിട്ട് പറയാണ് ഇത് വേമയില്ലാതെ, ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു. അപ്പൊ എന്താണ് അത്യസാധാരണ സാഹചര്യം എന്ത്, സാധാരണ സാഹചര്യം എന്ത്, ഇതൊന്നും അറിയാതെ വെറുതെ ചെളി വാരിയെറിയുക. എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത്രമാത്രം ക്രൂശിക്കണേ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, മാർപ്പാപ്പി അനുസരിക്കണം. അത് പറഞ്ഞതിനാണ് ഈ ക്രൂശിക്കല്. എന്നെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടും പലതരത്തില് ഞാൻ സഹിക്കുന്നതിന്റെ 100,000 ഇരട്ടിയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സത്യവിശ്വാസികൾ. എന്തുമാത്രം കഷ്ടപ്പാടാണ് അവർക്ക്. അവര് വീട്ടിലിരുന്ന് കുർബാന ഇല്ലേ, അവർക്ക് കിട്ടുന്ന സംഗതി അതാണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം തെരുവിലേക്ക് ഇറക്കി വിട്ട് വെയിലും മഴയും കൊണ്ട് പണം ചെലവഴിച്ച്
ആരോഗ്യം ചെലവഴിച്ച്, ബുദ്ധി ചെലവഴിച്ച്, സമയം ചെലവഴിച്ച്, ഭാര്യയോടും മക്കളോടും കൂടി കുടുംബത്തിൽ ജീവിക്കേണ്ട മനുഷ്യരാണ് ഈ സഭയുടെ നേതൃത്വം അവർ തെരുവിലേക്ക് ഇറക്കി വിട്ടതിന്റെ പേരിൽ ഇങ്ങനെ പിച്ചപാത്രവുമായിട്ട് മൗണ്ട് തോമസിന് മുമ്പിൽ നിൽക്കുകയാണ്. ഒരു വെളുത്ത രക്തസാക്ഷിത്വമാണ് അവർ അനുഭവിക്കുന്നത്. ഒരു വെളുത്ത രക്തസാക്ഷിത്വം. നമുക്കും മരിക്കേണ്ടതിന് അവനോടുകൂടെ പോകാം, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാമെന്ന് തോമസ് ലീഗ പറഞ്ഞത് അക്ഷരശ ശരിയായിരിക്കുകയാണ്. സത്യവിശ്വാസികളുടെ കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരൊക്കെ തലം മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് മെത്രാന്മാരുടെ തീരുമാനത്തിന് ഈ അഴകുഴമ്പൻ രീതി കാരണം. ഇങ്ങനെ സുറിയാനി കത്തോലിക്ക സഭയെ ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ നാറ്റിച്ച് എല്ലാവരും രക്തസാക്ഷികളായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ശരിക്കും തോമസ് ലീഗ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏഴാമത്തെ ഒരു വ്യാഖ്യാനം, പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല എന്ന് ഈശോ പറഞ്ഞിരുന്നു. ആ വചനത്തെ ആ ഘട്ടത്തിൽ മനസ്സിലാക്കിയത് തോമസ് ലീഗ മാത്രമാണ്. പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈശോ അങ്ങനെ പറഞ്ഞിരുന്നു. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഈശോയുടെ കൂടെ പോകാം എന്ന് വെച്ചാൽ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈശോയുടെ കൂടെ നടക്കുന്നവൻ കാൽ തട്ടി വീഴില്ല. എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവും എന്ന് പിന്നീട് പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനം 1:21. അതിനു മുമ്പേ പറഞ്ഞവനാണ് തോമസ് ലീഗ. പൗലോസ് ലീഗ പറയുന്നതിന് മുമ്പേ പറഞ്ഞതാണ് തോമസ് ലീഗ. ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് കവിഞ്ഞു കിടക്കുന്നുണ്ട്. യഹൂദായിൽ ഈശോ നേരിടാൻ സാധ്യതയുള്ള വധഭീഷണിയെ സാരമാക്കേണ്ടതില്ലെന്ന് തോമസ് ലീഗ ഉദ്ദേശിച്ചിരിക്കാം. ഇനി അത് സാരമാണെങ്കിൽ അതിന് ചങ്കൂറ്റത്തോടെ നേരിടാമെന്നും. ഇതാണ് ഏത് ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ട ആത്മവിശ്വാസമാണിത്. ഈ ആത്മവിശ്വാസം ഉയരെടുക്കുന്നത് ഈശോയിലുള്ള സത്യവിശ്വാസത്തിൽ നിന്നാണ്. ആത്മവിശ്വാസം ഈശോയുടെ സത്യവിശ്വാസത്തിൽ നിന്നാണ് ഉയരെടുക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. തോമസ് ലീഗ പറഞ്ഞ ഈ വചനത്തിന് ദൈവശാസ്ത്രപരമായും കൗതാശികമായും സഭാത്മകമായും വിവിധ ചക്രവാളങ്ങളുണ്ട്. അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവന്റെ അപ്പം ആസ്വദിക്കുന്നവരെ അന്ത്യദിനത്തിൽ ഈശോ ഉയർപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 6:40. എന്നാൽ മാമോദീസായിൽ പരിശുദ്ധ തത്വത്തിന്റെ നാമം ആയ ഈശോയിലേക്ക് ഇപ്പോഴേ ഉൾച്ചേർക്കപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെയുള്ളവര് അവനോടുകൂടെ മരിക്കുകയും ഉയർക്കുകയുമാണ്. ഈശോ മിശിഹായിലേക്ക് സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിലേക്ക് സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തിലേക്കുള്ള സ്നാനത്തിലൂടെ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മിശിഹ മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുമയിൽ നടക്കേണ്ടതിനാണ് ഇത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഒട്ടിച്ചു ചേർക്കപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അവന്റെ പുനരുത്ഥാനത്തോടും നാം ഏകീഭവിക്കും. റോമാലേഖനം 6:3-6, കൊളോസോസ് ലേഖനം 2:12, കത്തോലിക്ക സഭയുടെ മതോനം 1002 നമുക്കത് കാണാം. അന്ത്യത്തിൽ നടക്കേണ്ടത് ഇപ്പോഴേ നടക്കുകയാണ് ക്രിസ്ത്യാനികള് ഇല്ലേ? അവന്റെ മരണത്തിലേക്ക് നമ്മൾ സ്നാനപ്പെട്ടു മാമോദീസായില്. അപ്പോൾ അവനോടൊരു കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു മാമോദീസായില്. അപ്പോ ഈ ജീവന്റെ ഒപ്പം ഭക്ഷിക്കുന്നവരെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴേ മുൻകൂറായി നൽകപ്പെട്ടിരിക്കുകയാണ് മാമോദീസായില്. അന്ത്യത്തിൽ നടക്കേണ്ടത് ഇപ്പോഴേ നടക്കുകയാണ് ക്രിസ്ത്യാനിയില്. അന്ത്യത്തിൽ നടക്കേണ്ട മരണവും ഉത്ഥാനവും ഇപ്പോഴേ സംഭവിക്കുകയാണ് ക്രിസ്ത്യാനിയില്. അതെങ്ങനെയാണത്? ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ് ഈശോ. ഈശോ എന്ന മനുഷ്യൻ ദൈവമാണ്, ഈശോ എന്ന ദൈവം മനുഷ്യനാണ്. അവൻ മരിച്ച് അടക്കപ്പെട്ടു. എന്നിട്ട് അവിടെ തന്നെ മരിച്ച ആ കബറിടത്തിൽ നിന്ന് തന്നെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെ ജീവന്റെ അന്തിമഘട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു. ജീവന്റെ അന്തിമഘട്ടം, അതായത് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത പുതിയ ജനസിലുള്ള ജീവനിലേക്ക്. അതാണ് തിരുവുത്ഥാനത്തിലൂടെ ഈശോ പ്രവേശിച്ചത്. അതിനാൽ ആ ജീവനിലേക്ക്, ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവനിലേക്ക്, ജീവശാസ്ത്രപരമായ ജീവൻ മരണത്തോട് അവസാനിക്കും. ഇത് മരണത്തിനും അഴുകലിനും വിധേയമല്ലാത്ത ജീവനാണ്. ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവനിലേക്ക് മനുഷ്യർ ഇപ്പോഴേ പ്രവേശിക്കേണ്ടതിന് ജീവദായകമായ വചനവും കൂദാശിയും ഈശോ സഭയെ ഏൽപ്പിച്ചു. അവൻ തന്റെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിന് ജീവൻ വയ്ക്കുന്ന മണിക്കൂറായ കൂദാശയിലും ഈശോ സന്നിഹിതനാണ്. ഈശോയുടെ സത്യസഭയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവന്റെ വചനവും കൂദാശയും സ്വീകരിച്ച് അവനുമായി ഒന്നാകുന്നതിലൂടെ അവന്റെ മരണത്തിലും ഉത്ഥാനത്തിലും നാം പങ്കുചേരുകയാണ്. ദിവ്യകാരണം സ്വീകരിച്ച് ഈശോമയെ ഒന്നാകുന്നതിലൂടെ നാം ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് ചുവടുവെക്കുകയാണ്, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. ഇത് നമ്മിൽ നിന്നൊരു മരണം ആവശ്യപ്പെടുന്നു. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടെ ഉരിഞ്ഞു കളയുക എന്ന മരണം. എഫെസോസ് ലേഖനം 4:22-24. എന്നാൽ ആ മരണം അവസാനമല്ല. മരണത്തിലൂടെ
ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ തന്നെ. ഈ ഈശോയുടെ കൂടെയുള്ള മരണവും ലാസറിന്റെ മരണവും തമ്മിലുള്ള വൈരുദ്ധ്യവും തോമസ് ലീഗ തിരിച്ചറിയാണ്. അത് തോമസ് ലീഗ വെളിപ്പെടുത്തുകയാണ്. അല്ലേ, മരിക്കേണ്ടതിന്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് അവന്റെ കൂടെ പോകാനാണ്. അപ്പോൾ ലാസറിന്റെ പോലെയല്ല ഈശോയുടെ കൂടെ എന്നുള്ളതാണ് പോയിന്റ്. ലാസറിന്റെ മരണം പോലെയല്ല ഈശോയുടെ മരണം. അപ്പോൾ അത് വളരെ ഭയങ്കരമായ വ്യത്യാസമുണ്ട് അതിനകത്ത്. ലാസർ കുഴിമാടത്തിൽ തിരിച്ച് ഇഹലോകത്തിലേക്ക് തിരിച്ചു വന്നേ, തുണികളാൽ ചുറ്റപ്പെട്ട്. ഇഹലോകത്തിൽ തുണി കൊടുക്കും. ഈശോ തുണികളൊക്കെ കബറിടത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ ഇഹലോകത്തിലേക്ക് തിരിച്ചു വരികയല്ല ഈശോ. ലാസർ ഇഹലോകത്തിൽ തിരിച്ചു വന്നു, പിന്നീട് മരിച്ചു, ഡെഫിനറ്റായും മരിച്ചുപോയി. ഈശോ പുതിയൊരു ജനത്തിൽ ജീവനിലേക്കാണ് ചുവട് വെച്ചത്. അതുകൊണ്ടാണ് വസ്ത്രങ്ങളൊക്കെ കല്ലറയിൽ ഉപേക്ഷിച്ചത്. വസ്ത്രങ്ങളാൽ പൊതിയപ്പെട്ടാണ് ലാസർ വന്നത്. ഈശോ വസ്ത്രങ്ങളൊക്കെ കല്ലറയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഉത്ഥാനം ചെയ്യുന്നത്. പുതിയ ജനസിലുള്ള ഒരു ജീവനിലേക്കാണ് കർത്താവ് പോയത്. അപ്പൊ ലാസറിന്റെ മരണം പോലെയല്ല കർത്താവിന്റെ മരണം. ഇത് തിരിച്ചറിഞ്ഞ, ആ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഏക വ്യക്തിയാണ് തോമസ് ലീഗ. അപ്പോൾ ഈ ലാസറിന്റെ മരണവും ഈശോയുടെ മരണം തമ്മിലുള്ള അന്തരം അത് തിരിച്ചറിഞ്ഞ തോമസ് ലീഗ പറയാണ്, ഇല്ലേ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. കാരണം മരണം എന്ന് പറയുന്നത് മരണത്തിലല്ല അവസാനിക്കുക, ലാസറിന്റെ പോലെ അല്ല, ഉത്ഥാനത്തിലാണ്. ഇത് തിരിച്ചറിഞ്ഞ, ഒരു വെളിപാട് പോലെ തിരിച്ചറിഞ്ഞവരാണ് തോമസ് ലീഗ. അങ്ങനെ പറഞ്ഞാൽ മരണത്തിന്റെ 4 ഘട്ടങ്ങളാണ് ഈ ആ സന്ദർഭത്തിൽ വെളിപ്പെടുന്നത്. ലാസറിന്റെ മരണവും ഈശോയുടെ മരണം തമ്മിലുള്ള ആ ഒരു പശ്ചാത്തലം നോക്കിയാൽ മരണത്തിന്റെ 4 ഘട്ടങ്ങൾ. ഈ 4 ദിവസമായി ലാസർ കുഴിമാടത്തിലായെന്ന് പറയുന്നുണ്ടല്ലോ, 4 ദിവസമായി. അത് മരണത്തിന്റെ 4 ഘട്ടങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ ആത്മീയ മരണമാണ് ഉത്ഭവഭാവം, ആദിമാതാപിതാക്കളുടെ. അതാണ് ആത്മീയ മരണം, ഒന്നാമത്തെ. പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചതാണ് 2ാമത്തെ ഘട്ടം മരണത്തിന്റെ. മോശയുടെ ന്യായപ്രമാണങ്ങൾ ലംഘനമാണ് മരണത്തിന്റെ 3ാമത്തെ ഘട്ടം. കൃപയുടെ സുവിശേഷത്തെ തിരസ്കരിക്കുന്നതാണ് 4ാമത്തെ ഘട്ടം മരണത്തിന്റെ. അപ്പോൾ മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ ആത്മീയ മരണം ഉത്ഭവഭാവം, ആദിമാതാപിതാക്കളുടെ. പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചത് മരണത്തിന്റെ 2ാം ഘട്ടം. മോശയുടെ ന്യായപ്രമാണങ്ങളുടെ ലംഘനമാണ് മരണത്തിന്റെ 3ാം ഘട്ടം. ഈശോയിൽ വെളിപ്പെട്ട കൃപയുടെ സുവിശേഷത്തെ നിരാകരിക്കുന്നതാണ്, തിരസ്കരിക്കുന്നതാണ് മരണത്തിന്റെ 4ാം ഘട്ടം. അപ്പോൾ ഇതെല്ലാം 4 ദിവസമായി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഈ സംഗതികൾ തുടങ്ങുന്നത്. ഇതിലേക്കൊക്കെ ഒരു മിന്നൊളി പോലെ ഒരു വെളിപാട് കിട്ടിയ ആളാണ് തോമസ് ലീഗ. അതുകൊണ്ടാണ് പറയുന്നത്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കങ്ങ് പോകാം. 4 ദിവസമായി കല്ലറ കിടന്ന ലാസറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ ഈശോ നമ്മെ മൃത്യുവിന്റെ ചതുർഘട്ടങ്ങളിൽ നിന്ന് ഉയർപ്പിക്കുന്നുവെന്ന പൂർവ്വദർശനം തോമസ് ലീഗ കിട്ടുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, 4 ദിവസമായി കല്ലറയിൽ കിടന്നിരുന്ന ലാസറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ ഈശോ നമ്മെ മൃത്യുവിന്റെ ചതുർഘട്ടങ്ങളിൽ നിന്ന് ഉയർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പൂർവ്വദർശനം കൊടുക്കുന്നു. അത് ശരിക്കും കിട്ടുന്നത്, പൂർവ്വദർശനം കിട്ടുന്നത് തോമസ് ലീഗയ്ക്ക്. ഈശോയുടെ മരണത്തിന്റെ പൊരുളുകൾ തോമസ് ലീഗയോളം അടുത്തറിഞ്ഞവർ ആരുമില്ല. ഈശോയുടെ മരണത്തിന്റെ പൊരുളുകൾ തോമസ് ലീഗയോളം അടുത്തറിഞ്ഞവർ ആരുമില്ല. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും അവന്റെ കൂടെ പോകാം. തീർച്ചയായും ഈ രഹസ്യത്തിന്റെ എല്ലാ ആഴവും അന്ന് തോമസ് ലീഗയ്ക്ക് അറിയാമായിരുന്നില്ല. മിക്ക പ്രവാചകന്മാരുടെയും കാര്യത്തിൽ എന്ന പോലെ, മറ്റ് സ്ലീഹന്മാരുടെ കാര്യത്തിൽ എന്ന പോലെ തങ്ങൾക്ക് അന്ന് അറിയുന്നതിനേക്കാൾ വലിയ രഹസ്യമാണ് അവര് വചനത്തിലൂടെ, വാക്കുകളിലൂടെ ആവിഷ്കരിച്ചത്. തോമസ് ലീഗയും അങ്ങനെ തന്നെ. ഒരു വചനം ഞാൻ പറഞ്ഞ വചനം തന്നെ ആവർത്തിച്ച് ഞാൻ നിർത്താം. ഈശോയുടെ മരണത്തിന്റെ പൊരുളുകൾ തോമസ് ലീഗയോളം അടുത്തറിഞ്ഞവർ ആരുമില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ഇതായിരിക്കട്ടെ നമുക്കും ഇന്നത്തെ ആപ്തവാക്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.